താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസിലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന സൂചനകളാണ് വരുന്നത്. ടി പി വധക്കേസ് പ്രതി ടി.കെ. രാജേഷിനൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തതും ഇയാളുടെ വീട്ടിൽ നിന്നാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഇതിനു മുൻപ് തന്നെ ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിരുന്നല്ലോ, ഇദ്ദേഹം ഈ ഒരു സമയത്ത് കുട്ടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇയാളുടെ സാന്നിധ്യം ആ പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് വളരെ മുൻപ് തന്നെ ഷഹബാസിന്റെ പിതാവും മൊഴി നൽകിയിരുന്നല്ലോ. ദേവിക, ഈ താമരശ്ശേരിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസിൽ പ്രധാനമായും 5 പ്രതികളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ പ്രതികളിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രധാന പ്രതിയുടെ അച്ഛന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ടി പി വധക്കേസിലെ പ്രതിയായിട്ടുള്ള ടി.കെ. രജീഷിനുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഇദ്ദേഹത്തിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇത്തരത്തിൽ അന്ന് പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിരുന്നത്, മകനെ അതിക്രൂരമായി അന്ന് മകൻ ആക്രമിക്കപ്പെട്ട സമയത്ത് ഇത്തരത്തിൽ അക്രമികളിൽ ഒരാളുടെ പിതാവ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. മാത്രമല്ല, ഇന്ന് താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ രാവിലെ 5 അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ട് 5 പ്രതികളുടെ വീട്ടിലും രാവിലെ റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ ഈ ഷഹബാസിന്റെ കേസിൽ മുഖ്യ പ്രതിയായിട്ടുള്ള അവരുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്കടക്കം കണ്ടെത്തിയത്. ഈ പ്രതിയുടെ മുറിയോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു ഈ നഞ്ചക്ക് കണ്ടെത്തിയത്. മാത്രമല്ല, ഈ 5 പ്രതികളുടെ വീട്ടിൽ നിന്നുമൊക്കെ തന്നെയായിട്ട് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഒക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷം കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള ഒരു നീക്കമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എന്തായാലും ഈ താമരശ്ശേരിയിലെ ഈ ക്രൂര കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട് എന്ന് ഈ ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതിയുടെ പിതാവ് ടി പി വധക്കേസിലെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജേഷിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനഘ, വളരെ നിർണായകമായ ചില സന്ദേശങ്ങളും ചിത്രങ്ങളും അടങ്ങുന്ന മൊബൈൽ ഫോണുകൾ അടക്കം അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. മാത്രവുമല്ല, ഈ രജീഷുമായിട്ടുള്ള ഈ പ്രധാന പ്രതിയുടെ പിതാവിന്റെ ബന്ധം എന്താണെന്ന് കൂടി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെ നടത്തിയ ഈ 5 പ്രതികളുടെയും വീട്ടിൽ രാവിലെ നടത്തിയ റെയ്ഡിൽ വിവിധ രേഖകളും ലാപ്ടോപ്പും 4 മൊബൈൽ ഫോണുകളും ഒക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണുകളിലൊക്കെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൃത്യമായി അത് വരും ദിവസങ്ങളിൽ ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ തന്നെ അയക്കും. അതിനുശേഷം കൃത്യമായ തെളിവ് ശേഖരിക്കാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാത്രമല്ല, ഈ കൊലപാതകം അത് ആസൂത്രണം ചെയ്തിരുന്നോ, ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് ഈ പ്രതികളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ നിന്നടക്കം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. ദേവിക.